വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് വീഡിയോയിൽ ഞാനും നിയോ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാല്, നാളെ ഞങ്ങളെ ആനിവേഴ്സറി ആണ്. അപ്പൊ ജാസി കേക്ക് ഉണ്ടാക്കണ്ട പറഞ്ഞിരിക്കണം എന്നോട്. ഉണ്ടാക്കണ്ട മീൻസ് ഞാൻ വന്നിട്ട് ഉണ്ടാക്കുക, കുട്ടീനെ കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കഴിയൂല. അപ്പൊ എനിക്കിപ്പോ തന്നെ പണി കഴിച്ചാൽ അത്രയും പണി കഴിയുന്നില്ല. ഒരു ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണ് നിയോ ബേബിനെ കൊണ്ട് കേക്ക്. സ്പഞ്ച് ബേക്ക് ചെയ്ത് വെക്കണുള്ളൂ. ഫ്രോസ്റ്റിംഗ് എന്നൊക്കെ ജാസ്തി വന്നിട്ട് അവിടെ, കാരണം ബട്ടർ കൊണ്ടുവരണം. ബട്ടർ ക്രീം കേക്കാണ് ഉണ്ടാക്കണം പ്രാവശ്യം. അപ്പോൾ ഇവനെ സഹകരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. നീ ബേബി ഹായ് വന്നെ ലക്കു ഹായ് വന്നേട്ടാ, ഹായ് വന്നേട്ടാ എന്തെങ്കിലും നിൽക്കണം, ഒരു ഹായ് വന്ന. അപ്പോൾ ഞാൻ അവനെ ഇവിടെ കടത്താണ് കേട്ടോ. അവനെ പ്ലേമാറ്റ് വിളിച്ചുകൊണ്ട് ഇവിടെ കടത്താണ്. ഇതുണ്ട് നിയോന്റെ പ്ലേമാറ്റ്. ഇത് ഒന്നല്ല 2 ഇതും കൂടി ഉണ്ട്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ സൈസ് നോക്കിയില്ല, എക്സ്ട്രാ ലാർജ് വന്നത്. ഇത്ര മതിയേന്, മീഡിയം മതിയേന് സൈസ്. ഇവിടെ അടങ്ങിയ കടപ്പ് പ്രതീക്ഷിക്കുന്നു നമ്മൾ. ചെങ്ങായിയാണ് കണ്ണ് തെറ്റിയാ വിക്രസമാണി ഒപ്പിച്ചാണ്. ചെങ്ങായിയെ അടങ്ങിയ കിടക്കണം കേട്ടോ. മമ്മ കേക്ക് ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും. നിയോ എന്താണ് ഇവനെന്താ പണി? ഇവിടെ ഇതാക്കണോ ഒരു ലയണുണ്ട്, അതേപോലെ ഇവിടെ ചെടിയുണ്ട്. ഇതിനൊക്കെ വലിച്ചെടുക്കുക, പക്ഷെ അവന് കിട്ടണില്ല. അപ്പോൾ ഒരു ദേഷ്യം വരും, അപ്പോൾ കരയും. അവന് വിചാരം എടുത്തുകൊണ്ട് തിന്നാൻ നോക്കുകയാണ്, വലിച്ചാണ്ട് വായിക്കൊണ്ടുപോവാണ് അല്ലേ. അപ്പൊ ഗൈസ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതിങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ആക്കിയാൽ നോക്കാൻ പറ്റില്ല. ഇത് പിന്നെ മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ മിക്സ് ആക്കി വെച്ചതാണ്. റെഡ് വെൽവെറ്റ് ഉണ്ടാക്കണം, അപ്പോൾ കളർ ആഡ് ചെയ്യണം. പിന്നെ 4 മുട്ട, പിന്നെ വെനില എസൻസ് ഒഴിച്ച് വെച്ചു. പിന്നെ എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ സൺഫ്ലവർ ഓയിൽ 1 കപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര കേട്ടോ. പഞ്ചസാര കുറച്ചിട്ട് ഇട്ടെടുക്കുക. എനിക്കിപ്പോൾ അതിനൊന്നും നേരില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റെടുക്കണം. കുറച്ച് പഞ്ചസാര ഇടാം, പിന്നെ കുറച്ച് പഞ്ചസാര ഇടാം, പിന്നെ കുറച്ച് പഞ്ചസാര ഇടാം. അവിടെ കളിക്കണം കേട്ടോ, നല്ല കളിക്കല്ല, അങ്ങനെ ടീച്ചറൊക്കെ കളിക്കണം. അപ്പോൾ എൻ്റെ സൗണ്ട് കൊണ്ടുപോയിന്. നാട്ടിൽ 2-3 കേക്കൊക്കെ ഉണ്ടാക്കിന് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ. വെച്ച് പാക്ക് ചെയ്ത് തന്നതാ, ഒട്ടിച്ചിക്കണം. നോക്കാം, ഇല്ല 27 വരെ കേട്ടോ. നല്ല സോഫ്റ്റ് ആയി വന്നു. ഇനി ഇതിക്ക് കുറച്ച് ഈ സ്പാച്ചിൽ എടുത്തുകൊണ്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. കളർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കേക്കിനെ ഓവനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിയോ ബേബിനെ നോക്കട്ടെ പോയാണ്ട്. കണ്ടോ എവിടെ കടത്തിനിയതാണ് ഞാനോ ഓനെ. എന്തിവിടെ പണി നിയോബിയേ നിയോ എന്താണ്? ഇപ്പൊ കേക്ക് നമ്മള് ഓവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ സൂപ്പാണ്. സൂപ്പ് എങ്ങനെ വെച്ചാൽ നമ്മളെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. പിന്നെ നിയോ ബേബി കരഞ്ഞോണ്ട് എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഫ്രോസ്റ്റിങ് ചെയ്യണം, ആയി വെക്കണം. പിന്നെ നമ്മൾ സൂപ്പ് റെഡി ആയിക്കണം. ജോസ് വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേന് നല്ലൊരു ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ്. പിന്നെ പിസയ്ക്കുള്ള ചിക്കൻ വന്നിക്കണേ. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിക്കണം. ഇത്രേ ഉള്ളൂ. ഇനി ജാസ്തി വരണം ബാക്കി ഐറ്റംസ് കിട്ടണമെങ്കിൽ. ഗൈസ് പിസ്സൻ്റെ സോസ് റെഡി ആയിട്ടോ. അത് നല്ലോണം ജസ്റ്റ് ഒന്ന് വറ്റി വരണം. അത് വറ്റിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നല്ല വീടിൻ്റെ ബാക്കി എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നിയോ കുറച്ച് കരഞ്ഞോണ്ട് അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. കേക്കൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു, അതൊക്കെ കഴിഞ്ഞു. അമ്മ കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ്. പിന്നെ ഞാൻ ജാസിക്ക് ഗിഫ്റ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ജാസി ആണെങ്കിൽ അതൊരു തലയും വാലൊക്കെ കണ്ടു. അതായത് ഞാൻ ഒരു സ്വിമ്മിൻ്റെ ബോട്ടിൽ വാങ്ങിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബ്ലാക്ക് ഇതുണ്ട് കവർ. ഞാൻ എങ്ങനെ തോന്നും ജാസിൻ്റെ ഗിഫ്റ്റിനെ ഒളിപ്പിച്ചൊക്കെ കാണിച്ചാൽ നമുക്ക്. ഇതിലാണ് ഞാൻ എൻ്റെ ഷോളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടോ, എൻ്റെ ഷോളൊക്കെ ഇങ്ങനെ അടുക്കി ഇതിലാണ് വെച്ചിട്ടുണ്ട്, മടക്കിയാണ്ട്. ഇതിൻ്റെ അടിയിലാണ് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഒക്കത്തെ കണ്ണാണ്, എല്ലായിടത്തും കാണും. ഇതൊക്കെ പഠിച്ചോനെ ഇതൊക്കെ പൂ കൊടുക്കണം. ഇതായിട്ടൊരു ഗിഫ്റ്റ് നിയോ ബേബിൻ്റെ ക്ലോത്ത് ഡയപ്പറാണ്. ഇതിൻ്റെ ഉള്ളിൽ ചുറ്റി വെച്ചിട്ടാണ് ഞാൻ. ഇതാണ് ഒരു ഗിഫ്റ്റ്. നല്ല സ്മെല്ലാട്ടത്. പക്ഷേ എനിക്ക് ഈ കുപ്പി ഇഷ്ടപ്പെട്ട് വാങ്ങിയത്. ആ കുപ്പി കണ്ട് അടിച്ചാൽ തോന്നുന്നില്ല. എനിക്ക് അങ്ങനത്തെ കുപ്പികളൊക്കെ ഇഷ്ടപ്പെടില്ല, എടുത്തൊക്കെ ഇഷ്ടം കേട്ടോ. പിന്നെ 2ാമത്തെ ഗിഫ്റ്റ് ഇത്. ജാസ്തിക്ക് ഇഷ്ടപ്പെടുക അറിയില്ല. അയ്യോ അതൊക്കെ ഇട്ടൊടുങ്ങിയേക്കണോ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിയതാണ്. പിന്നെ 3ാമത്തെ ഗിഫ്റ്റ്
അയ്യോ കൺമണിതല്ലോ. ഇത് ഗിഫ്റ്റാണ് ഇട്ടത്. ഒരു റേബൻ ഗ്ലാസ് മാതിരി. കായൊന്നും ഞാൻ നോക്കിയില്ല. ഇതിട്ട് ഞാനൊരു വിലസ് ഇങ്ങനെ ജാസിക്ക് വാങ്ങിയത് കൊടുക്കും. ഞാൻ എടുക്കും. ഗിഫ്റ്റ് അല്ലേ എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിക്കണം കേട്ടോ. കവറും ഗിഫ്റ്റിൻ്റെ അതൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെക്കണം. ഇതിൻ്റെ ഇടയിൽ ചെറിയ കുട്ടികളെ മാതിരി എല്ലാം എടുത്തുകൊണ്ട് തപ്പും. അടുപ്പിൽ പാത്തിരുന്നാൽ പോരെ അതൊക്കെ വെക്കും. ബാക്കിയുള്ളവർക്ക് എന്തൊരു കഷ്ടപ്പാടാണ് ഇതൊക്കെ. ജാസിക്കൊക്കെ പറഞ്ഞ സാധനമാണ് ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾക്കാണെങ്കിൽ ഇവിടുത്തെ അഡ്രസ്സും അറിയില്ല. ഇപ്പം കൊമ്പനഹള്ളി അമ്മനഹള്ളി ഒക്കെ ഒരു വള്ളിയാണ്. നമുക്കെങ്ങനെ അറിയാം? ജാസി ഈ സാധനമാണ് കണ്ടത്. ഇതാ ബോക്സാണ് പെർഫെക്റ്റിൻ്റെ. ഇതൊക്കെ ഫിറ്റാക്കണം. കവറിനെ കൊണ്ട് കൈസിനെ മാല വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബോക്സാണ്. പക്ഷെ വെക്കാൻ മറന്നു. മാല വെക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പക്ഷെ എന്തിനാ അത് പൊതിഞ്ഞേ? സാരല്ല. നമുക്ക് കഴിച്ചിട്ട് ഈ ബോക്സിലൊക്കെ അപ്പോൾ ഒന്നുകൂടി കാണാൻ ഭംഗിയിട്ട് ഞാൻ തരാൻ പറ്റേ. കഴിച്ചു. ഇത് നിയോൻ്റെ പ്രോഗ്രാമിന് ജാസി ഗിഫ്റ്റ് കൊണ്ടുവന്നതിൻ്റെ കവറാണ്. ഞാൻ എടുത്തു വെച്ചു. റീയൂസബിൾ ആണല്ലോ ചെയ്യുന്നു. ഇതിലോട്ടിടും. ഇതൊരു സൈഡിലോട്ട് വെക്കും. ഇതെൻ്റെ മേലിൽ. അതാണ് ജാസിക്കുള്ള സർപ്രൈസ്. ബ്രൗൺ വേർപ്പിക്കുന്നത് രാത്രി പറഞ്ഞതാണ് ചെട്ടിക്ക് എടുക്കണ്ട കുഞ്ഞോട് പറയാം. പക്ഷെ ഞാൻ അവിടെ വെറുതെ ഇരിക്കുക മീൻസ് ഇപ്പം നീ ഉറങ്ങുകയാണ്. എനിക്കൊരു പണിയില്ലല്ലോ. നീ ഉറങ്ങുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തൊക്കെ പണിയെടുക്കാൻ തോന്നുന്നത്. അപ്പോൾ വല്ല കടന്നുറങ്ങിയാലൊക്കെ മാറി. ഇത് ഞങ്ങളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിൻ്റെ ഹാപ്പി ആനിവേഴ്സറി കേട്ടോ. ഞാൻ എടുത്തുവെച്ചു. നമ്മൾ കേടെടുക്കാൻ പാടില്ല. കേട് എടുത്തപ്പോൾ ഞാൻ അമ്മക്ക് ഓരോ പ്രോഗ്രാമിനും ഇങ്ങനെ കാണേണ്ടി വരും. ഹാപ്പിയോ ഹാപ്പിയില്ല ഹാപ്പി. അപ്പോൾ ഗൈസ് ഞാൻ ഇതൊക്കെ കുറച്ച് സെറ്റാക്കട്ടെ. എന്നിട്ട് ഞാൻ ജാസ്തി വന്നിട്ട് ബാക്കി വീഡിയോ കാണും. ഈ ഗിഫ്റ്റ് അത് ഒളിപ്പിച്ചേക്കാം. എവിടെ ഒളിപ്പിച്ചേക്കാം? കട്ടിന് കൂട്ടി നോക്കില്ല. അങ്ങനെ കണ്ടുപിടിച്ചു. നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇവൻ ഉറങ്ങിയൊക്കെ നീച്ച് നല്ല കുട്ടിയായി. ഇവനോട് നല്ല സഹകരിച്ചു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഡെക്കറേഷൻ ചെയ്തു. ജാസിക്ക് അറിയാം ഞാൻ ഡെക്കറേഷൻ ചെയ്യേണ്ടെന്നറിയാം. പക്ഷെ ഫുള്ള് ചെയ്യേണ്ടെന്ന് അറിയില്ല കേട്ടോ. വരുമ്പോൾ സർപ്രൈസ് അവനെ ഗിഫ്റ്റൊക്കെ അവിടെ വെച്ച് സെറ്റാക്കി നിങ്ങൾക്ക് കാണിച്ചു തരട്ടത്. നീ പപ്പ സർപ്രൈസ് ആവോ? ഓക്കെ ശിഷ്യത പോയിക്കോ വലത്ത് പോയിക്കോ. ഗൈസ് ഇതാണ് ഞാൻ സെറ്റ് പ്ലേ മാറ്റിൽ കടിച്ചിട്ട് ഇപ്പൊ ഇവിടെ എത്തി. ഞാൻ കാട്ടുന്ന അല്ല എന്ത് കാട്ടുക കാണിച്ചു തരാൻ ഞാൻ ഡെക്കറേഷൻ ചെയ്തേ. ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ ഡെക്കറേഷൻ? ഇഷ്ടപ്പെട്ടോ? ഈ വയർമൊക്കെ വരുന്നേ കേട്ടോ. എന്താണ് ബട്ടർ ക്രീം കേക്ക് ഉണ്ടാക്കിയ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ജാസ്തി വരുമ്പോൾ സർപ്രൈസ് ആവുമല്ലേ. നമുക്ക് നോക്കാം. ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് കാണാം. മേലത്തെ സാധനം ഞാൻ മാറ്റിയിട്ടില്ല. നമ്മളുണ്ടല്ലോ ഡെക്കറേഷൻ ചെയ്തത് എങ്ങനെയുണ്ട്? ഈ ബന്ധപ്പെട്ട് കണ്ടോ? രസമുണ്ടോ? ഇനിയിപ്പോൾ അപ്പം സർപ്രൈസ് ആവുമല്ലേ. നമുക്ക് നോക്കാം അല്ലേ? ഇത് കാണോ? അതെന്താ? അതൊക്കെ എന്താ? ഗിഫ്റ്റാണ്. എന്ത് ഗിഫ്റ്റ്? അതായിട്ടാ നീ അതായിട്ട് കിട്ടുന്നല്ലോ. എന്താണ്?
കാണിത് ഇങ്ങടെ വെച്ചിട്ടത് അവിടുന്ന് നോക്കുമ്പോ ഇങ്ങനെ വെച്ചതാണേ. ഇല്ല കാണൂല. നല്ലൊരു വാങ്ങല. സർപ്രൈസ് ആയോ? ഇവളുണ്ടല്ലോ എനിക്ക് സർപ്രൈസ് തരാനാണ് കുഞ്ഞെ പറ്റിച്ചേക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ സർപ്രൈസ് ഒന്നും ഇല്ലട്ടോ. ഞാൻ ജാസിക്ക് ഓൾറെഡി കൊറേ ഇതായി ഞാൻ ഉണ്ട്. പിന്നെ നമ്മള് ഗിഫ്റ്റ് ഇത് ആക്കിയിട്ടില്ല നമ്മളു. പക്ഷെ ഞാൻ ജാസിക്ക് കൊടുത്ത സർപ്രൈസ് ഇങ്ങനെ ഇഷ്ടമില്ലേ? ഞങ്ങള് ഒരുങ്ങി സെറ്റ് ആയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ജാസി അവിടെ വീഡിയോ ഷൂട്ടിലാണ് ഗൈസ്. ജാസി തന്നെ മെയിൻ. ജാസി ആരാ നിങ്ങളെ വിചാരം? കണ്ടോ ഇവിടുത്തെ അത് കോലുമുട്ടായോ? പിന്നെ നമ്മളെ ഫോട്ടോസ് ഒക്കെ സെറ്റ് ആയി. ഒരാൾ കൂടെ അന്നത്തെ കുന്തമാരി നോക്കണം. ഗൈസ് ഞാനും നിയോ ബേബി ഒക്കെ ഇവിടെ റെഡി ആയിക്കണ് കേട്ടോ. പറ്റന്നല്ല അതൊക്കെ സെറ്റപ്പ് ഒക്കെ കൊളായി. നീ ഗിഫ്റ്റ് അടിച്ചു കൊടുക്കി ജാസിയെ. ജാസി ഗിഫ്റ്റ് എടുക്കാണ്. ഇത് ഓൾറെഡി പഴയതാണ്. ബോക്സ് അല്ലേ? ആണ് പപ്പ ഗിഫ്റ്റ് അടിച്ചിട്ടൊക്കെ ഓനെടുത്ത് കടത്തി. അങ്ങനെ ചങ്ങായി വിക്രസം കൊള്ളിന് എന്താ കാട്ടം. ഫസ്റ്റ് നമ്മള് നോക്കുന്നത് വാങ്ങിയ ഗിഫ്റ്റിന്റെ ബില്ലാണത്. അത് കളറാവൂല അങ്ങനത്തെ ഇല്ല. ഫാൻസി ചെയിനാണ്. നോക്ക് വെച്ചോക്കി. ഓ അതിലാ ഡ്രസ് അതാ ഇത്. പിന്നെടാ ഏതാ ബ്രാൻഡ് ഒക്കെ എടുക്കണോ ഉച്ചക്ക് അതാ സ്റ്റിക്കറൊക്കെ വലിച്ചിടണം. ഇതിന്റെ പെട്ടി ഞങ്ങള് കണ്ടീനെ. ഇതിന്റെ പെട്ടി നിങ്ങൾ ഇല്ലാന്നൊക്കെ പറയും. സ്പ്രേ ആണോ അല്ലേ? അതല്ല നിങ്ങൾ കണ്ടീനെ? ഇല്ല ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കനം കണ്ടപ്പോ തോന്നിക്കറിഞ്ഞേ പൈസ നമുക്കൊരു വിഷയമല്ല. അതിന്റെ സ്മെല്ലോക്കി നല്ല വേണം. അടിപൊളിയല്ലേ? ഇപ്പൊ ചില കുട്ടികൾ സോറി ഗൈസ് റൂമത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞേക്ക് ഞങ്ങൾ നേരെ പോയത് ടെർമിനൽക്കാണ്. ടെർമിനൽ പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നിയോ ബേബി സോഫയിൽ അടങ്ങി കിടക്കണം കേട്ടോ. റൂമിൽ ഭയങ്കര അലമ്പാക്കിയ ആളാണ്. കുറച്ച് ലേറ്റും ഇതൊക്കെ കണ്ട അവിടെ അടങ്ങി കിടന്നോളൂ. എൻ്റെ ടീച്ചറും കൊടുത്തവനെ അവിടെ അടക്കി കിടത്തിയേക്കാണ്. ഫ്രൈഡ് റൈസും നഗറ്റ്സും അതുപോലെ തന്നെ ഒരു ബർഗറും ഉണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറൊക്കെ നല്ല ദമ്മായിട്ടോ. പിന്നെ അനങ്ങാൻ വയ്ക്കണില്ല എനിക്ക്. അത്രയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ. പിന്നെ നിയോ ബേബി ഭയങ്കര ആക്റ്റീവ് ചെയ്യുന്നുട്ടോ. അവിടെ ഫുൾ ആക്റ്റീവ് ചെയ്യുന്നത്. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.